നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 199 199. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീ കൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 2 10ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ദേവസ്യ മായയാ സ്പൃഷ്ടായേ ച അന്യതസാദാശ്രിതാം ഭ്രാമ്യതേ ധീർന തദ്വാക്യൈ ആത്മാനുത്താത്മനോഹരോ. ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ച അന്യാദസാദ് ആശ്രിതാം ഭ്രാമ്യതേതി ധീർന തദ്വാക്യൈ ആത്മനുത്പാത്മനോഹരോ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ദേവസ്യ ദേവൻ്റെ മായയാൽ സ്പർശിക്കപ്പെട്ടവരും അന്യത് അസത് അന്യത് ഏച്ച അത് ഒന്ന് നേരാക്കണം അവിടെ. അന്യത് അസത് ആശ്രിത അങ്ങനെ വന്നാൽ അത് നന്നാവും. വാക്കുകൾ മുഴുവൻ നമുക്ക് കിട്ടും. ദേവസ്യമായയാ സ്പൃഷ്ടായേ ച അന്യത് അസാദ് ആശ്രിത. അതാണ് അന്യത് അസത് ആശ്രിത. അസത്തിനെ, അതായത് സ്പർശിക്കപ്പെട്ടവരും ഇതരമായ അസത്തിനെ ആശ്രയിച്ചവരും ആത്മനീഹരോ ആത്മാവായ ഹരിയിൽ ഉത്താത്മന എന്നിട്ട് നഹരോ എന്ന് വേറെ വായിക്കണം. ഉത്താത്മനോ എന്നല്ല, ഉത്താത്മന ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി വരുമായ യാതൊരുത്തർ അവരുടെ വാക്കുകളാൽ തദ്വാക്യേ ന ഭ്രാമ്യതേ ഭ്രമിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ സംസ്കൃതത്തിൽ നമ്മൾക്ക് കൂടുതൽ എന്താണ് പറയുക, ഈസി അല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരിക. അപ്പോൾ കൂട്ടക്ഷരം വായിച്ച് വിഷമിക്കരുത്. കൂട്ടക്ഷരം കഴിയുന്നിടത്തോളം പിരിച്ചു വായിച്ചാൽ നമുക്ക് അർത്ഥം മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം. യാദവന്മാർ എന്തുകൊണ്ടാണ് അറിയാതിരുന്നതെന്നുള്ള ശങ്കയ്ക്ക് സമാധാനം. യാദവന്മാർക്ക് ഭഗവാനെ അറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? സൃഷ്ട്യാദി ലീലകളാൽ ക്രീഡിക്കുന്ന ആ ഭഗവാന്റെ മായാശക്തിയാൽ വ്യാപിക്കപ്പെട്ട അന്ധക്കരണ വൃത്തിയോടുകൂടിയ ആ യാദവന്മാർ ആത്മാവല്ലാതെ അന്യമായിരിക്കുന്ന ശരീരഭാവങ്ങളിൽ മനസ്സ് വെച്ചവരായിരുന്നു. അന്യമായിരിക്കുന്ന അതെ, ആത്മാവിൽ ശ്രദ്ധിക്കാണ്ട് ശരീരത്തിലാണ് അവരെ ശ്രദ്ധിച്ചിരുന്നത്. അവരെന്നല്ല, എല്ലാവരും. അത് പ്രത്യേകം മനസ്സിലാക്കുക. ആ യാദവന്മാർ ആത്മാവല്ലാത്ത അന്യമായിരിക്കുന്ന ശരീരഭാവങ്ങളിൽ മനസ്സ് വെച്ചവരായാൽ കാര്യം നടക്കില്ല. അതാണ്. അപ്പോൾ ആത്മസ്വരൂപനായ ശ്രീഹരിയിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ ബുദ്ധിക്ക് യാദവന്മാരുടെ വാക്കുകൾ നിമിത്തം ചലനമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെന്താ അർത്ഥം? വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല എന്ന് തന്നെ അർത്ഥം പറയണം. അതിനാൽ ഭഗവൻ മാഹാത്മ്യത്തെ അറിഞ്ഞിരുന്നു, യാദവന്മാർ അറിയാതെയും ഇരുന്നു.
മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു 2 ദിവസം മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്താ പോസ്റ്റ്? ഭാഗവതം വായിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഭാഗവതം വായിക്കണ കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലാത്തവർക്ക് 3 നേരം ആഹാരം കഴിച്ച് മടങ്ങാം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ഫീൽഡിൽ വളരെയധികം ഗൗരവമുള്ള ഒരാൾ പറഞ്ഞു, ഒരു കമൻ്റ് ഇട്ടു. എന്താ ഇട്ടത്? ഒരു പ്രാവശ്യം കേട്ടാൽ ഭഗവാൻ അവരെ സംരക്ഷിക്കും. അതെങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു പ്രസ്താവനയ്ക്ക് എന്താണെന്നാ പറയുക, ബേസ് ഉണ്ടാവില്ല. അപ്പോൾ ശബ്ദത്തിന് കഴിവുണ്ട്, പക്ഷേ എപ്പോൾ അർത്ഥം അറിയുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാഷാ സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് ഭാഷയുടെ ഗരിമ ഭക്തി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ അറിവ് വെച്ച് നമ്മൾ വേറൊരാളെ വിമർശിക്കുമ്പോൾ സംഭവിക്കുന്നത് തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളെ മനസ്സിലാക്കുക. ശരിക്കുള്ളത് മനസ്സിലാക്കില്ല ആൾക്കാർ. പോട്ടെ, സാരമില്ല. അപ്പോൾ ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പ്രദർശ്യ അദപ്ത തപസാം വിതൃപ്ത ദൃശാം നൃണാം ആദായന്തരധ്യാദ്യസ്തു സ്വബിംബം ലോകലോചനം. അദപ്ത തപസാം പ്രദർശ്യാത് അദപ്ത തപസാം അവിതൃപ്തദൃശാം നൃണാം ആദായാന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം. അപ്പോൾ തപസ് ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് ഈശ്വരനെ ധ്യാനിക്കാൻ സാധിക്കില്ല. തപസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൽമഷങ്ങളെ കഴുകിക്കളഞ്ഞ് നിർമ്മലമായ മനസ്സിൻ്റെ ഉടമയാവുക. അപ്പം മനസ്സിൽ അന്യചിന്തകളില്ലാതെ കണ്ട് ഈശ്വര ചിന്തകൾ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അപ്പോൾ പിന്നെ അവിതൃപ്ത ദൃശാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടി വരുമായ, തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടി എന്തിനെ കാണണമോ അതിനെ കാണാതെ കണ്ട് കാണാൻ പാടില്ലാത്തതിനെ കണ്ട് രസിക്കുന്നത് എന്ന് അർത്ഥം പറയണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ച് ഭഗവാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ മനുഷ്യരുടെ മുമ്പാകെ തൻ്റെ ബിംബത്തെ കാട്ടിയിട്ട് ലോകത്തിൻ്റെ നേത്രത്തെ സ്വീകരിച്ചിട്ട് യാതൊരുവനാകട്ടെ അന്തർധാനം ചെയ്തു. അവരുടെ കൺവട്ടത്തിൽ നിന്ന് ഭഗവാൻ മറിഞ്ഞു എന്നർത്ഥം. ഭാഗ്യത്തിൻ്റെ മൂലകാരണം തപസ്സാണല്ലോ. അതാണ് ഈ സ്വർണം തങ്കമാക്കി മാറ്റുന്ന പ്രോസസ്സ്. അറിയില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ മനസ്സിനെ തപിപ്പിക്കുക. അപ്പോഴാണ് ഈ അന്ധക്കരണ വൃത്തിയിൽ മനസ്സിന് ബുദ്ധി എന്നും അഹങ്കാരമെന്നും ചിത്തം എന്നും അർത്ഥം പറയും. മനസ്സും. അപ്പോൾ ആ ചിതാകാശ ഗുഹയിൽ വർത്തിക്കുന്ന ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, അതാണല്ലോ പ്രമാണം എപ്പോഴും പറയുക. അപ്പോൾ ഒരു തേജോപുഞ്ചം, ആ തേജോപുഞ്ചം ആണ് നിരാകാരൻ. ആ നിരാകാരനെ മനസ്സിലാക്കുകയാണ് ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള കാശെന്നല്ല, മോക്ഷം ഉണ്ടാവുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഭാഗ്യത്തിൻ്റെ മൂലകാരണം തപസ്സാണല്ലോ. എപ്പോഴും ഭഗവാനോട് ഒരുമിച്ച് വസിപ്പാനും ആ ദിവ്യമംഗള ശരീരത്തെ കണ്ട് തൃപ്തിപ്പെടുവാനും മതിയായ തപസ് ആചരിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് തൻ്റെ രൂപത്തെ കാട്ടിക്കൊടുത്തു. ഉടനെ തന്നെ അവരുടെ നേത്രങ്ങളെയും അപഹരിച്ചുകൊണ്ട് ആ രൂപത്തോടുകൂടെ ഭഗവാൻ അപ്രത്യക്ഷനായി. ഇനി 12ാമത്തെ ശ്ലോകം എന്താ? യന്മർത്യലീലോപയികം സ്വയോഗമായാബലം ദർശയദാഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർത്ഥേ
പരംപദം ഭൂഷണഭൂഷണാംഗം യന്മർത്യലീലോപയികം സയോഗാം മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരംപദം ഭൂഷണഭൂഷണാംഗം. അപ്പോൾ മനുഷ്യലീലയ്ക്ക് ഉപകരിക്കുന്നതും തൻ്റെ യോഗമായ ശക്തിയെ കാട്ടുന്നവനാൽ ഗ്രഹിക്കപ്പെട്ടതും സൗന്ദര്യ സമൃദ്ധി ഹേതുവായ തനിക്കും ആശ്ചര്യജനകവും ഉത്കൃഷ്ടസ്ഥാനഭൂതവും ഭൂഷണങ്ങൾക്കും ഭൂഷണമായിരിക്കുന്ന അംഗത്തോടുകൂടിയതുമായിരുന്നു ആ ഭഗവാന്റെ രൂപം യാതൊന്ന്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ സ്വയോഗമായ ബലത്തെ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്തുവാൻ വിചാരിച്ച ഭഗവാൻ സ്വീകരിച്ചതായ ആ ദിവ്യവിഗ്രഹം മനുഷ്യലീലയെന്ന ലീലയെ അഭിനയിപ്പാൻ മതിയായ ശക്തിയുള്ളതും സൗന്ദര്യത്തിൻ്റെ അവധിയായിരിക്കുന്ന തനിക്കും ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായ ലോകോത്തരമായ സൗന്ദര്യം തികഞ്ഞതും ആഭരണങ്ങൾക്കും ആഭരണമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയതും ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനവുമായിരുന്നു എന്നായി. ഇനി 13ാമത്തെ ശ്ലോകം. യദ്ധർമ്മസൂനോർബധരാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്ത്യയനം ത്രിലോക കാർഷ്ണ്യേന ചാദ്യേഹ ച അദ്യേഹ ഗതം വിധാതുർ വാക്ശ്രുതോ കൗശലമിത്യമന്യതാം. യദ്ധർമ്മസൂനോർബധരാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്ത്യയനം ത്രിലോക കാഷ്ണേന ചാദ്യേഹ ഗതം വിധാതുർവാക്സൃതോ കൗശലമിത്യമന്യതാം. ധർമ്മപുത്രരുടെ രാജസൂയ മഹായാഗത്തിൽ കണ്ണുകൾക്ക് ആനന്ദത്തെ കൊടുക്കുന്നതായ യാതൊന്നിനെ നന്നായി കണ്ടിട്ട് 3 ലോകം ബ്രഹ്മാവിന് ഇതുവരെയുള്ള സൃഷ്ടിയിൽ ഉള്ള സാമർഥ്യം ഇതിൽ പൂർണ്ണമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ അഗ്രപൂജയെ അംഗീകരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ആ ദിവ്യ ശരീരങ്ങളെ നോക്കിയിട്ട് നേത്രാനന്ദജനകമായി ഈ ശരീരത്തെ സൃഷ്ടിച്ചതിൽ ബ്രഹ്മാവിൻ്റെ ഇതേവരെ അഭ്യസിച്ച സൃഷ്ടികൗശലം മുഴുവനും കാണിച്ചിട്ടുണ്ടെന്ന് 3 ലോകത്തിൽ വസിക്കുന്നവരും വിചാരിച്ചു. ഇനി 14ാമത്തത്. യസ്യാനുരാഗപ്ലുതഹാസരാസ ലീലാവലോക പ്രതിലബ്ധമാന വ്രജസ്ത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്ത ധിയോ അവതസ്തു കില കൃത്യശേഷാഃ. യസ്യാനുരാഗപ്ലുതഹാസരാസലീലാവലോക പ്രതിലബ്ധധാംനാം വ്രജസ്ത്രിയോ ഭൃഗ്ഭിരനുപ്രവൃത്ത ധിയോ അവതസ്തു കില കൃത്യശേഷാം. അപ്പോൾ യാതൊരുവൻ്റെ സ്നേഹം, അനുരാഗം എന്ന് പറഞ്ഞ സ്നേഹമാണ്. അത് ഘനീഭവിച്ചതാണ് പ്രേമം എന്ന് പറയും. അപ്പോൾ അനുരാഗം ശരീരത്തിനോടല്ല വേണ്ടത്, അനുരാഗം ആത്മാവിനോടാണ് വേണ്ടത്. അപ്പോൾ പ്ലുതം എന്ന് പറഞ്ഞാൽ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി, രാസക്രീഡ, നോട്ടം സിദ്ധിച്ച പൂജയോടുകൂടിയ ഗോപസ്ത്രീകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ രാസക്രീഡയിൽ ഗോപസ്ത്രീകളെ നോക്കിയത് ഗോപസ്ത്രീകൾ ഭഗവാന് ചെയ്യുന്ന പൂജയായിട്ടാണ് ഭഗവാനുമായിട്ട് നൃത്തം ചവിട്ടണത്. അല്ലാണ്ട് തരം താണ ശാരീരിക ഭ്രമങ്ങളെ കൊണ്ടുണ്ടാവുന്നതല്ല. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാണ്ട് പോണൊരു കാര്യം. അതുകൊണ്ട് പറഞ്ഞു, നേത്രങ്ങളിൽ കൂടെ അനുസരിച്ച ബുദ്ധിപ്രവൃത്തികളോടുകൂടിയവർ കൃത്യം ശേഷിച്ചവർ അവസ്ഥിതി ചെയ്തു, അതായത് അതേപോലെ ഇരുന്നു എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ
രാസക്രീഡാ സമയത്തിൽ അനുരാഗസൂചകമായ വിലാസദൃഷ്ടി തങ്ങളെക്കുറിച്ചുണ്ടെന്നറിഞ്ഞ ഗോപസ്ത്രീകൾ ഭഗവാൻ ചെയ്തതായ ആ സൽക്കാരത്തെ പ്രാപിച്ചിട്ട് അത്യാനന്ദത്തോടുകൂടി അവരുടെ നേത്രങ്ങളെ ആ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചപ്പോൾ അവരുടെ മനോവ്യാപാരം മറ്റൊന്നിലും ഇല്ലാതിരുന്നതുകൊണ്ട് അതുവരെ അവർ ചെയ്തിരുന്ന ഗൃഹകൃത്യങ്ങളെ പൂർണ്ണമാക്കാതെ ആ നിലയിൽ തന്നെ നിന്നു. ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് ചർച്ചിത ഭഗവാൻ ചവച്ചരച്ചിട്ടുള്ള വെറ്റിലത്താൻ പോലത്തെ ഗോപസ്ത്രീകൾ അവരവരുടെ അധരങ്ങളെ കൊണ്ട് വലിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മാംശം നമുക്ക് നഷ്ടപ്പെട്ടു. സൂക്ഷ്മദൃഷ്ടിയ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകോത്തര നിലവാരമുള്ള തത്വങ്ങളെ അവർ സ്വാംശീകരിച്ച് ജീവിച്ചു എന്നാണ് അതിനർത്ഥം പറയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ 15ാമത്തെ ശ്ലോകം സ്വശാന്തരൂപേഷിതരേ സ്വരൂപേ അഭ്യർത്ഥ്യമാനേഷനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ യജോഭിജാതോ ഭഗവാന്യഥാഗ്നി സ്വശാന്തരൂപേഷിതാരേ സ്വരൂപേ അഭ്യർത്ഥ്യമാനേഷനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ യജോഭിജാതോ ഭഗവാന്യഥാഗ്നി. അപ്പോൾ ഭഗവാൻ യഥാ അഗ്നി, ഭഗവാൻ അഗ്നി, ഭഗവാൻ യഥാ അഗ്നി. അപ്പോൾ പറയണു, ജനനമില്ലാത്തവനെങ്കിലും ഈശ്വരൻ അഗ്നിയെപ്പോലെ ഇതരങ്ങളായ സ്വരൂപങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന തൻ്റെ ശാന്തരൂപന്മാരിൽ. അപ്പോൾ ഭഗവാൻ ഗോപസ്ത്രീകളെ എങ്ങനെ കാണുന്നത്? തൻ്റെ ശാന്തസ്വരൂപന്മാരിൽ അനുകമ്പയുള്ള മനസ്സോടുകൂടിയവനായിട്ട് അവർ രക്ഷപ്പെടണം എന്നുള്ള താല്പര്യം കൊണ്ട് സർവേശ്വരൻ മഹത്തായ അംശത്തോട് ചേർന്നവനായിട്ട് ബലരാമസഹിതനായിട്ട് ജനിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ജന്മാതിവിഹാരരഹിതനായ ഭഗവാൻ ജനിക്കണമില്ല, സ്വർഗം പോകലുമില്ല. അപ്പോൾ അതാണ് നിരാകാരൻ എന്ന് പറഞ്ഞത്. എപ്പോൾ ഉള്ളവനാ, ഏതൊക്കെ രൂപത്തിലാണോ അതൊക്കെ. അപ്പോൾ അവതാര പ്രയോജനത്തെ സൂചിപ്പിക്കുന്നു. കാണപ്പെടുന്ന രൂപങ്ങളെല്ലാം ഭഗവാന്റെ സ്വരൂപങ്ങൾ തന്നെ. അതായത് നിങ്ങൾ ഞാനും ഒക്കെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മചൈതന്യമുള്ളവരാ. പക്ഷെ അത് മനസ്സിലാക്കാതെ കണ്ടായാൽ മോശമായി. ശാന്തങ്ങൾ, ഘോരങ്ങൾ, മൂഢങ്ങൾ എന്നീ ഭേദഭാവത്തോടുകൂടെ, അതായത് ശരിക്ക് നമ്മുടെ രൂപം എന്തായിരിക്കണം? ശാന്തമായിരിക്കണം. ഘോരങ്ങളും ആവരുത്, മൂഢങ്ങളും ആവരുത്. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത പ്രമാണം. അപ്പോൾ ഭേദഭാവത്തോടുകൂടെ അസംഖ്യ രൂപങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ഘോരങ്ങളായ ഭഗവത് രൂപങ്ങളെ ദുർജനങ്ങളെന്നും, അപ്പോൾ ഘോരമായ രൂപങ്ങളെ ഭദ്രകാളി ആ നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ആടിൻ്റെ തല അറുത്ത് അതിങ്ങനെ ആ നാക്കലൊക്കെ മുട്ടിച്ച് നമ്മളിൽ നിന്ന് പണം പിടുങ്ങുന്ന ആൾക്കാരുണ്ട്. അവർ ദുർജനങ്ങളാണെന്ന് ഭാഗവതം പറയണം. കോഴിക്ക് വേണ്ടിയിട്ടും ചാരായത്തിന് വേണ്ടിയിട്ടും അധമത്തിൽ പൂജ ചെയ്യുന്നത് ദുർജനങ്ങളെന്ന് പറയണം. അപ്പോൾ ശാന്തങ്ങളെ സാധുക്കളെന്നും പറഞ്ഞു വരുന്നു. ദുർജനങ്ങളുടെ ഉപദ്രവത്തിൽ അകപ്പെട്ടിരിക്കുന്ന സാധുക്കളിൽ കരുണ ഭഗവാൻ ഉണ്ടാകുമ്പോൾ
അവരെ അനുഗ്രഹിപ്പാനും ഇതരന്മാരെ നിഗ്രഹിപ്പാനും. അപ്പോൾ മാംസം വെട്ടി എന്ത് മാർഗത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ജനന മരണഹീനനായ ഭഗവാൻ സ്വേച്ഛയാ സ്വരൂപത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ജ്ഞാനമാകുന്ന ഉപാധിയെ ജനദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. അരണയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി മഥന സമയത്തിൽ പ്രകാശിക്കുന്നത് പോലെ ഭഗവാൻ എങ്ങും നിറഞ്ഞ് നിരുപാധികനായിരുന്നാലും ദുഷ്ടനിഗ്രഹം ശിഷ്ടാനുഗ്രഹം എന്ന കൃത്യം നിർവഹിപ്പാനായിട്ട് അവതരിക്കുമ്പോൾ മാത്രം സച്ചിദാനന്ദ വിഗ്രഹം മനുഷ്യദൃഷ്ടിക്ക് വിഷയമാക്കി വരുന്നുവെന്ന് സാരം. സത്ത് ചിത്ത് ആനന്ദം എല്ലാവർക്കും പറ്റുമോ? ഭാഗവതം ഒരു പ്രാവശ്യം കേട്ടവർക്ക് സത്ത് ചിത്ത് ആനന്ദം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ ദൃഷ്ടിക്ക് വിഷയമായി വരുന്നുവെന്ന് സാരം. പിന്നെ 16-ാമത്തെ ശ്ലോകം പറഞ്ഞു. മാം ഖേദയത്തേ തദസ്യ ജന്മ വിഡംബനം യത് വസുദേവഗേഹേ വ്രജേ ച വാസോർ അഭിയാത് ഇവ സ്വയം പുരാത് വ്യവാൽസീദ്യതനന്ദവീര്യ മാം ഖേദയത്തേതദ് അജസ്യ ഖേദയതേ യത് അജസ്യാം ജന്മവിഡംബനം തത് വസുദേവഗേഹേ വ്രജേ ച വാസോരഭിഭായാധിവ സ്വയം പുരാത് വ്യവാൽസീദ്യതനന്ദവീര്യ. അത് വാക്കുകളെ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് അർത്ഥം പറയുമ്പോൾ മനസ്സിലാകും. എന്താ? വസുദേവഗേഹേ, അത് കുഴപ്പമില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു വസുദേവ ഭവനത്തിൽ അജസ്യ. ആ അജസ്യ എന്നുള്ളത് 1-ാമത്തെ ശ്ലോകത്തിലെ അജസ്യ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ജന്മവിഡംബനം, ജന്മാതു കാരണം, ജന്മവിഡംബനം എന്ന് ഒന്നായിട്ട് പോവും. വ്രജേ, ആ വ്രജേ കിടക്കുന്നത് എവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ വരിയിൽ വ്രജേ. എന്നിട്ട് വാസച എന്ന് കിടക്കുന്നത് അതെ, വ്രജേച്ച വാസ യത്ത് യാതൊന്നോ തത് വാസോ യത് തത് അതും അനന്തവീര്യ അനന്തമായ വീര്യമുള്ളവൻ അരിഭയാത് ഇവ. അതാണ് അവിടെ അരിഭയാത് ഇവ. അരിഭയാത് എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളോടുള്ള ഭയം കാരണം വസുദേവരോട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ എന്നെ നന്ദഗോപുരത്തിൽ കൊണ്ടാക്കിയാൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സത്യത്തിൽ എന്താ അവസ്ഥ? പൂതനേനെ കൊന്ന മാതിരി കൊന്നുകൂടെ? പാടില്ല. അത്രയും എത്ര കാലം കംസൻ ദുരാഗ്രഹിയായിട്ടിരിക്കാൻ വിധിച്ചിട്ടുണ്ടോ അതുവരെ ഭഗവാൻ മറിഞ്ഞിരിക്കും. അയാളുടെ ദിവസം എണ്ണപ്പെട്ടാൽ മാത്രമേ ഭഗവാൻ അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ടെക്നിക്കാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ട് ഈ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കാത്തത് കാരണമാണ് ഒരു പ്രാവശ്യം കേട്ടാലും ഫലം ഉണ്ടാവുന്നൊക്കെ തട്ടിവിടുന്നത്. മനസ്സിലല്ലേ? അപ്പം നമ്മൾക്ക് ഈശ്വരൻ വിചാരിച്ചവരെ നേരായ മാർഗത്തിൽ വരാൻ ഒരു പ്രാവശ്യം സാധിച്ചു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. എന്നാൽ ഭഗവാൻ ഇത്ര ബുദ്ധിമുട്ട് തരുമോ മനുഷ്യന്മാർക്ക്? ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? അപ്പോൾ ഒരു പ്രാവശ്യം സഹസ്രനാമം ജപിച്ചാൽ അശ്വമേധയാഗം ചെയ്ത ഫലമുണ്ട് എന്ന് ഫലപ്രാപ്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാ? ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലാതെ കണ്ട് ഒരു പ്രാവശ്യം വായിച്ചാൽ അപ്പോൾ
1000 കന്യായ ദാനം ചെയ്ത ഫലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ശത്രുഭയം നിമിത്തം എന്ന പോലെ രാജധാനിയിൽ നിന്ന് തനിയെ തന്നെ പുറപ്പെട്ടു പോയി. യാതൊന്നോ ഇതും എന്നെ വ്യസനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ജനന മരണാദി വികാരങ്ങളില്ലാത്ത ഭഗവാന്റെ വസുദേവഗൃഹത്തിൽ ജനിച്ചതും ഗോകുൽ ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. ജനിച്ചത് എവിടെയാണ്? കംസൻ്റെ കാരാഗൃഹത്തിലാണ് അല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മൾ എടുത്ത് വിഴുങ്ങരുത്. അവിടെ നമുക്ക് മനനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഭഗവാൻ വസുദേവഗൃഹത്തിലല്ല ജനിച്ചിട്ടുള്ളത്, കംസകാരാഗൃഹത്തിലാണ്. കാരാഗൃഹത്തിൽ പറഞ്ഞല്ലേ? നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത് ഗുരുവായൂർ ദേവസ്വം പ്രിൻ്റ് ചെയ്തതല്ല, പട്ടാമ്പി എന്തിനാ അത് കറക്റ്റ് ചെയ്യണമെന്ന് ചോദിക്കരുത്. എനിക്കതിനുള്ള അധികാരമുണ്ട്. ഞാനിത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിച്ചാൽ മതി. പ്രൊണൗൺസയില്ലേ? അപ്പോൾ ജനന മരണാദി വികാരങ്ങളില്ലാത്ത ഭഗവാൻ കംസകാരാഗ്രഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ വളർന്നതും അമിത പരാക്രമശാലിയായിരിക്കെ ശത്രുഭയം അഭിനയിച്ചു മധുരാപട്ടണം വിട്ടൊഴിഞ്ഞതും ആലോചിക്കുമ്പോൾ, അതായത് മധുരാപട്ടണം വിട്ടൊഴിഞ്ഞ് ദ്വാരക നിർമ്മിച്ചിട്ട് അങ്ങോട്ട് പോയതും അതൊക്കെ ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. മനസ്സിലായില്ലേ? എനിക്ക് ദുഃഖമുണ്ടാകുന്നു. ദുഃഖം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ ആ ദുഃഖം എന്നുള്ളത് മാം ഖേദയതി, എന്നെ വ്യസനിപ്പിക്കുന്നു എന്നാണ്. ദുഃഖം അതിൻ്റെ ഒരു പരാവർത്തനം അങ്ങനെ വന്നപ്പോൾ അങ്ങനെ കുറച്ച് കാഠിന്യം കൂടി. സാരമില്ല. ഇനി 17ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ നോക്കാം. 17 ദുനോദി ചയിത ചേത് ചയിത് എന്നാ വരിക. അതൊന്ന് നോക്കട്ടെ എന്താണ്. താത കംസാത് ഉരുശങ്കിതാനാം അകൃതനിഷ്കൃതീനാം ന ഞങ്ങളിവ പ്രസീതം ഇതി യത് ആഹ. ഇത് യത് ആഹ ഇതി യത് ആഹ എന്നും പറഞ്ഞിരിക്കുന്നു. അത് സ്മരത മമ ചേത വ്യസനിക്കുന്നു. ദുനോദി വ്യസനിക്കുന്നു എന്നാ. ദുനോദി എന്ന് പറഞ്ഞാൽ വ്യസനിക്കുന്നു. ചേത അവിടെ നിന്ന് പിരിക്കാനില്ല കേട്ടോ. അപ്പോൾ ദുനോദി ചേത എന്ന് പറഞ്ഞ അതാണല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ചത്. ദുനോദി ചേത സ്മരതോ മമൈതത് ഇതിയത് ആഹ. ഇവിടെ വരുന്നുണ്ട് ഇത് യത് ആഹ. ഇത് മമൈതത് യത് ആഹ അതെ പാദ അവിടെ പാദങ്ങളെ അഭിവന്ദ്യ പാദാവബിന്ദ്യ അഭിവന്ദ്യ പിത്രോ എന്ന് വരും. ദുനോദി ചേത സ്മരതോ മമൈത് അവിടെ അങ്ങനെയല്ല. ദുനോദി ചേത സ്മരതോ മമൈത് യത് ആഹ പാദോ അഭിവന്ദ്യ പിത്രോ തതാം തത് അംബ താത അംബ എന്നാ. തത് അമ്പല താത അംബ. താത അംബ
കംസാദ് ഉരുശങ്കിതാനാം, ഉരുശങ്കിതാനാം തന്നെ വരും. കംസാദുരുശങ്കിതാനാം പ്രസീദതം ന അകൃത നിഷ്കൃതീനാം, അകൃത നിഷ്കൃതീനാം ദുനോതി ചേത സ്മരതോ മമൈതൽ യത് ആഹ പാദോ അഭിവന്ദ്യ പിത്രോ താത അംബ കംസാൽ ദുരുശങ്കിതാനാം പ്രസീദതം ന അകൃതനിഷ്കൃതീനാം. അപ്പോൾ ഇത് ഒന്നും മനസ്സിലാക്കാണ്ട് വായിച്ചു പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവനവന് ഇഷ്ടപോലെ വായിക്കരുത്. ഞാൻ ആ ഉദ്ദേശത്തിലാണ് ഈ പിരിച്ച വാക്കുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും പാദങ്ങളെ അഭിവാദനം ചെയ്തിട്ട് ഭാഗവതം നമ്മൾ പഠിച്ചു. ഭാഗവതം പഠിച്ച എത്ര ആൾ മനസ്സുകൊണ്ടെങ്കിലും അച്ഛനമ്മമാരുടെ പാദത്തെ കാലത്ത് അഭിവാദ്യം ചെയ്യുന്നുണ്ട്? അത് ഒഴിവാക്കാനാണ് ഞാൻ ഓരോ എപ്പിസോഡിലും ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് ഞാൻ ഉച്ചരിക്കുന്നത്. അതാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും പാദങ്ങളെ അഭിവാദനം ചെയ്തിട്ട് പിതാവേ മാതാവേ കംസനിൽ നിന്ന് അധികം ശങ്കിച്ചവരും പ്രത്യുപകാരം ചെയ്യാത്തവരുമായ ഞങ്ങളുടെ പേരിൽ പ്രസാദിക്കണം. അതായത് ഞങ്ങൾ കംസനിഗ്രഹണം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ജയിൽ മോചിതരാക്കണത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ ഉപാസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്, അത് മാപ്പാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബാലവേല ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? ബാലവേല എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിക്കുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നല്ല പറഞ്ഞത്, അവരെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. പിന്നെ എന്താണെന്ന് പറയാം, കുട്ടിക്കാലത്ത് അവരെ ഉത്സാഹൻ്റെ കാര്യത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കണം അച്ഛനമ്മമാർക്ക്. വ്യവസായിത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ പ്രസാദിക്കണം എന്ന് പറഞ്ഞത് യാതൊന്നോ അത് ഓർക്കുന്ന എൻ്റെ മനസ്സ് മമ ചേത ദിനോതി വ്യസനിക്കണമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? കംസവധം കഴിഞ്ഞ ശേഷം മാതാപിതാക്കന്മാരായ ദേവകീ വസുദേവന്മാരുടെ പാദങ്ങളെ വണങ്ങി തൊഴുതുകൊണ്ട് നിന്നിരുന്ന രാമകൃഷ്ണന്മാർ ഹേ മാതാവേ ഹേ പിതാവേ കംസനെ അധികം ഭയപ്പെട്ടിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ സേവനങ്ങളെ അധികം ഒന്നും ഇതുവരെ സേവയ്ക്ക് എന്തില്ല, പ്രത്യുപകാരമില്ല, അല്ലെങ്കിൽ ദക്ഷിണില്ല. സേവനങ്ങളെ ഒന്നും ഇതുവരെ ചെയ്യാതിരുന്ന ഞങ്ങളുടെ നേരെ നിങ്ങൾ രണ്ടുപേരും പ്രസാദിക്കണമെന്ന് പറഞ്ഞതിനെ ഓർക്കുന്ന സമയം എൻ്റെ ഹൃദയം തപിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.